നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് ബഗാര റൈസും മട്ടൻ കറിയുമാണ്. ബഗാര റൈസ് എന്ന് പറയുന്നത് ഫേമസ് തെലങ്കാന റീജിയനിലാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈസാണ്. സോ വൈഫിൻ്റെ പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി ഇവിടെ എടുത്തേക്കുന്ന റൈസ് എന്ന് പറഞ്ഞാൽ സോണ മസൂരി റൈസാണ്. നമ്മൾ സ്റ്റോർമലി ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. ഈവൻ ബസ്മതി റൈസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് കുതിർത്ത് വെച്ചാൽ നല്ലത്, കുതിർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക്. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മളൊരു ഡിഷ് എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടുക. അതൊരു ചെറിയ ബ്രൗൺ ആകുമ്പോഴത്തേക്കും അതിലേക്ക് ഹോൾ സ്പൈസസും കൂടി ആഡ് ചെയ്യുക. ഇതിലെടുത്തേക്കുന്ന ബേ ലീഫ്, തക്കോലം, പിന്നെ ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1-2 സവോളയും കൂടി അരിഞ്ഞതും ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ എടുക്കുന്ന റൈസിൻ്റെ പോർഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക. അന്നേരം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ യൂസ് ചെയ്യുക. അതിലേക്ക് നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ ഓൾറെഡി റൈസ് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ റൈസും കൂടി എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് ഇത് ഇട്ടിരിക്കുന്ന മസാലയും എല്ലാം ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. അതിലേക്ക് തന്നെ പിന്നീട് ഒരു എക്സ്ട്രാ സ്പൈസിനെസ്സിന് വേണ്ടി നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ കോമൺ ആയിട്ട് ഒരു പ്ലെയിൻ ബിരിയാണി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസോ മീറ്റ്സോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇപ്പം സോണ മസൂരി ആണെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ്. അത് കുതിർത്താലും കുതിർത്തില്ലേലും. പിന്നെ ഓരോ ബ്രാൻഡ് അനുസരിച്ച് അതിൻ്റെ വേവ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉപ്പ്. ബിരിയാണി, ഇതേപോലെ പ്ലെയിൻ റൈസ്, പുലാവ്, ഇതിലെല്ലാം ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോയാലും റൈസ് പ്രിപ്പറേഷൻ നമുക്ക് സെറ്റാവില്ല, കൂടിയാലും പ്രശ്നമാണ്. സോ വാട്ടർ വൺസ് ഇതായതിനു ശേഷം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബഗാര റൈസ് സെറ്റായിട്ടുണ്ട്. പിന്നീട് ആവിയിലിരുന്ന് കുറച്ചും കൂടി ഒന്ന് ഇതാകുമ്പോഴത്തേക്കും നല്ലപോലെ സെറ്റായി വരുന്നതായിരിക്കും. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 സ്പൂൺ ഗീ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഗീ ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മട്ടൻ്റെ പ്രിപ്പറേഷനിലേക്കാണ്. അതിനായി കഴുകി വൃത്തിയാക്കിയ മട്ടനിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രഷർ കുക്കറിലിട്ട് ഒരു 3-4 വിസിലടിക്കാൻ വെച്ചേക്കുകയാണ്. ഡിപ്പെൻഡിങ് ഓരോ റീജിയനും കിട്ടുന്ന മട്ടൻ്റെ അനുസരിച്ച് വേവിന് വ്യത്യാസം വരുന്നതായിരിക്കും. പിന്നീട് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ സെയിം ഒരു പോട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുക. പിന്നീട് നമ്മുടെ കുക്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും സവാള സ്ലൈസായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. സോ എസ്പെഷ്യലി തമിഴ്നാട്, ആന്ധ്ര സ്റ്റൈലിലെല്ലാം ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു തിക്ക് ഗ്രേവിക്ക് വേണ്ടി. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക്കും ആഡ് ചെയ്തു, പച്ചമുളക് ഇട്ടു. അതൊന്ന് ബ്രൗൺ കളറായി ആ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മട്ടൻ ഇടുക. പിന്നീട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ഗ്രേവി എക്സ്ട്രാ ആവശ്യമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രഷർ കുക്കറിൽ വേവിച്ചപ്പോൾ കിട്ടിയ സ്റ്റോക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്തു. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുക്കായി വരുന്ന സമയത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ നോർമൽ കുക്കിങ്ങിൽ നിന്ന് ഇതൊക്കെയാണ് അത് വ്യത്യാസമാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിനെല്ലാം. സോ നമുക്ക് വ്യത്യസ്തമായ രുചികൾ പരീക്ഷിക്കുന്നവർക്ക് ഇതിൽ വളരെ നല്ലൊരു ട്രൈ ആയിരിക്കും. ഇപ്പോൾ ഏകദേശം തിക്ക് ഗ്രേവിയും മട്ടനും എല്ലാം നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടറും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഫൈനൽ പ്രിപ്പറേഷൻ വന്നേക്കുന്നത്. സോ നമ്മുടെ ബഗാര റൈസ്, മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ചിക്കനിൽ വേണമെങ്കിലും ചെയ്യാം, ബീഫിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ മട്ടനാണ് കുറച്ചും കൂടി സ്വാദ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുമ്പോഴത്തേക്കും. സോ അങ്ങനെ ഫൈനലി എൻ്റെ മുമ്പിൽ തന്നെ പ്ലേറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനാണ് ഇന്നത്തെ ടെസ്റ്റർ. ഇതേപോലുള്ള വെറൈറ്റി വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ആ കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ സ്റ്റൈലിൽ ഒരു പപ്പടവും കൂടി വെച്ചിരുന്നാൽ പൊളിച്ചേന സംഭവം. ഇതേപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.